ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗ്രാമങ്ങളിലേക്ക് അധികാരമെത്തിക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ. ഇടുക്കിയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇനി. എനിക്ക് പിന്നിൽ കാണുന്നത് ഇടുക്കി കരിങ്കുന്നത്ത് നിന്ന് മറ്റത്തിപ്പാറ കൂടി നീലൂർക്ക് പോകുന്ന ജനകീയൻ ബസ്സാണ്. ആ ബസ്സിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും കർഷകരും സാധാരണക്കാരുമായ വോട്ടർമാരാണ്. നമുക്ക് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറ്റി ജനകീയൻ ബസ്സിലെ യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു നോക്കാം. തെരഞ്ഞെടുപ്പിലെ നിലവിലെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ, ആർക്ക് അനുകൂലമായിരിക്കും? അത് LDF-ന്. പിന്നെ അതന്നെ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന മാവേലി ഭരിക്കുന്നത് ഭരണമല്ല. കള്ളവുമില്ല, ചതിയുമില്ല. ഇല്ല, എള്ളോടുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പം കൂടുതൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. കഴിവുള്ള ആൾക്കാരെ, തലയ്ക്കകത്ത് വല്ല ആളുതാമസമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണോ? ഈ കഴിവില്ലാത്ത ആൾക്കാരാണോ മൊത്തം മെമ്പർമാരൊക്കെ? എനിക്കും അതുപോലെ കണക്കൂട്ട്. കഴിവുള്ളവരെ നിർത്തുക. നമ്മൾ പഞ്ചായത്തിൻ്റെ കിണർ എത്തിയിട്ട് 3 പ്രാവശ്യം ചെയ്യും. അതിൻ്റെ പൈസ ഇന്നുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഇവർക്കൊക്കെ ചെയ്യണേ? സംസ്ഥാനത്തെ മൊത്തം ഒരു സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ അത്ര കടന്ന് ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ നാട്ടുപ്രദേശക്കാർ അവരെ ആ രീതിയിൽ അങ്ങ് പോകുന്നു. അപ്പോൾ ആഗോള തലത്തിലൊന്നും നോക്കാറില്ല. യാത്രക്കാരെല്ലാം രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഗ്രാമീണ പഞ്ചായത്തുള്ള നമ്മളല്ലേ, എല്ലാവർക്കും രാഷ്ട്രീയ ബോധമുള്ള അവരവരുടേതായ രാഷ്ട്രീയ ബോധം അവരുടെ ഉള്ളിലുണ്ട്. അവരത് പുറത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ? വളരെ ഊർജിതമായി നടക്കുന്നു. ആർക്കായിരിക്കും ഇത്തവണ വോട്ട്? അത് LDF-ന് തന്നെ. അത് UDF ആയിരിക്കും. ആണോ? അതെന്നാ കാരണം? ഞങ്ങളെ ഇവിടെ കരിങ്കുളം മുഴുവൻ UDF-കാരാണ് കൂടുതൽ. നല്ല ആൾക്കാർ വരട്ടെ, നല്ലത് ഭരിക്കട്ടെ, ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാൾ ഭരിക്കട്ടെ. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉള്ള ആളുകളാണ് ജനകീയൻ ബസ്സിലെ യാത്രക്കാരെന്ന് നമുക്ക് മനസ്സിലായി. രാഷ്ട്രീയ ചർച്ചകളും മറ്റു വിശേഷങ്ങളുമായി ജനകീയൻ ബസ് യാത്ര തുടരുകയാണ്. ജിബിൻ തോമസിനൊപ്പം മറ്റത്തിപ്പാറയിൽ നിന്നും മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.